നമസ്കാരം, UK ലൈഫ് കോച്ച് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ UK-യിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദാരുണമായ ഒരു മരണത്തെ സംബന്ധിച്ചും അതിൻ്റെ പേരിൽ ഒരു ചെറിയൊരു അവയർനെസ്സിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ ആളുകൾക്കൊക്കെ, നമ്മളെ ആളുകളെല്ലാവരും തന്നെ അത് അറിഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്ത് 2.5 വർഷമായിട്ട് ഈ രാജ്യത്ത് വന്ന് കുടുംബസഹിതം 2 മക്കളും ഭാര്യയും ആയിട്ട് ജീവിച്ചിരുന്ന ആ മനുഷ്യൻ 47 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദാരുണമായ അന്ത്യം ആ കുടുംബത്തെ അനാഥമാക്കി. അത് വല്ലാത്ത ഒരു മാനസികാവസ്ഥ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇവിടെ വരുന്നു. വളരെയധികം പ്രതീക്ഷകളും കയ്യിൽ മുറുക്കി പിടിച്ചു വരുന്ന ആളുകൾ, വളരെ ചെറിയ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങി. ജീവിതം ആരംഭിച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അവർക്ക് ആ ജീവിതം കൈവിട്ടു പോയി എന്നുള്ളത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതൊരാൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലൊരു നേർച്ച, ഒരു വേദന തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഇത് നമുക്കാർക്കും ഇതിനെ തടയിടാനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ എനിക്ക് സംഭവിക്കില്ലെന്നോ ഒന്നും നമുക്കാർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് കുറേ പ്രിക്കോഷൻസ് നമ്മൾക്ക് എടുക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ബോൾസോവാർ എന്ന് പറയുന്ന സ്ഥലത്ത് UK-യിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളാണ്. വളരെ ചെറിയ കുട്ടികളാണ് എന്ന് പറയുമ്പോൾ, ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 13-12 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം വൈഫ് ജോലിക്ക് പോകുന്നു, ഹെൽത്ത് സെക്ടറിലാണ് ജോലിക്ക് പോകുന്നു. പോയപ്പോൾ എല്ലാം ആസ് യൂഷ്വൽ വളരെ ക്വയറ്റായിട്ട് നോർമലായിട്ട് സാധാരണ രീതിയിൽ തന്നെ അവർ യാത്ര പറഞ്ഞ് ജോലിക്ക് പോകുന്നു. വളരെ ശാന്തമായിരുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അവരൊരിക്കലും കരുതിയിട്ടില്ല. ഇദ്ദേഹം എളുപ്പകാലം ഒരു 4 മണിയായപ്പം ഒരു ശാരീരിക അസ്വസ്ഥം തോന്നുന്നു. കുഞ്ഞുങ്ങളോട് പറയുന്നു കുറച്ച് വെള്ളം വേണമെന്ന് പറയുന്നു. ആ കുട്ടികൾ വെള്ളം എടുത്തു കൊടുത്തു. അപ്പം ആ കുഞ്ഞുങ്ങൾ ആ സിറ്റുവേഷൻ കണ്ടപ്പോൾ, ടീനേജർ പ്രായമായ കുഞ്ഞുങ്ങളാണല്ലോ, കണ്ടപ്പോൾ അവർക്കൊരു സഹായം ആവശ്യമാണ്. ഇതിനെന്തെങ്കിലും ആരെങ്കിലും വിളിച്ചൊരു സഹായം വേണമെന്ന് തോന്നി ആ കുട്ടികൾ നേരെ അയൽവാസിയുടെ അടുത്തേക്ക്, അവിടെ മലയാളി കുടുംബം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അയൽവാസിയുടെ അടുത്ത് പോയി. അയൽവാസിയുടെ വീടിൻ്റെ ഡോറിൽ കുറേ നേരം തട്ടി, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവരുടെ ഭാഗത്ത് റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, രാത്രിയിലെ ഉറക്കത്തിൽ പുറത്തു വന്ന് ആരെങ്കിലും അങ്ങനെ തട്ടിയാലോ മുട്ടിയാലോ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. ആരും മനഃപൂർവ്വമല്ല വാതിൽ തുറക്കാതിരിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ വാതിൽ തുറന്നു കിട്ടിയില്ല. ആ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് വന്ന സമയത്ത് കാണുന്നത് ആ മനുഷ്യൻ, അവരുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അത് വളരെ വേദന ഉണ്ടാക്കുന്നതും നമുക്ക് കേൾക്കുമ്പോൾ പോലും മാനസികമായി അത് വല്ലാതെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കുട്ടികൾ എങ്ങനെ അതിനെ നേരിട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും വല്ലാത്തൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അവർ കുഞ്ഞുങ്ങളാണ്, അവർക്കൊന്നും അറിയില്ല. ആ സമയത്ത് അവർ അനുഭവിച്ച മാനസികാവസ്ഥ എത്ര വേദനിപ്പിക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയം ഇവിടെ കൊണ്ടുവരാനുള്ളത് കാരണം, നമ്മുടെ ഈ രാജ്യത്ത് എന്നല്ല ലോകത്ത് എവിടെയായിരുന്നാലും നമ്മുടെ കുട്ടികൾക്കും കൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു അസ്വാസ്ഥ്യമുണ്ടായി എന്ന് തോന്നിയപ്പോൾ അയൽവാസിയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നില്ല ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആംബുലൻസിന്റെ സഹായമായിരുന്നു നമ്മൾ തേടേണ്ടിയിരുന്നത്. സിറ്റുവേഷൻ വിവരിച്ചുകൊണ്ട് ആംബുലൻസ്, നമുക്കറിയാം, ഒരു ആംബുലൻസിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ നിമിഷ നേരത്തിനുള്ളിൽ നമ്മളുടെ അടുത്തേക്ക് എത്തും. സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എത്തും. ഒരുപക്ഷെ ആംബുലൻസ് ആയിരുന്നു വിളിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവൻ ഒരുപക്ഷെ നിലനിർത്തുവാനും രക്ഷപ്പെടുത്തുവാനും കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ മേഖലയിൽ കുറേ അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ആ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം, അറിവ് ഇല്ലായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കിവിടെ സ്കൂളുകളിലും നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ ആയാലും നമുക്ക് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ നമുക്ക് ചില ലെസൺസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്കൂളുകളിലായാലും കുട്ടികൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ പേരൻസ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ചില അറിവുകൾ ഒരുപക്ഷെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ അത് ഒരു കാരണമായി മാറും. പലപ്പോഴും പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ പാനിക്കാവുകയാണ് സാധാരണ പതിവ്.
ആ സമയത്ത് പാനിക്കാവുകയല്ല വേണ്ടതെന്നും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് വേണ്ടതെന്നും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ ഒരു തീപിടുത്തമുണ്ടായാൽ ഈ രാജ്യങ്ങളിൽ നമ്മൾ താമസിക്കുന്ന ഈ UK പോലുള്ള രാജ്യങ്ങളിൽ അല്ലെ യൂറോപ്പ്, ഇവൻ എവിടെയായിരുന്നു, അമേരിക്കയിലോ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ജീവിക്കുന്ന ആളുകൾക്ക് ഈ തീപിടുത്തം എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നം തന്നെയാണ്. കാരണം ഇവിടെ വീടുകൾ പണിയുന്നതും വീടുകളുടെ മെറ്റീരിയൽസൊക്കെ തീ പിടിക്കുവാൻ വളരെ എളുപ്പം സാധിക്കുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീപിടുത്തം വളരെ സർവ്വസാധാരണമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അത് എത്രയും പെട്ടെന്ന് അതിനെ ആക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ കൊച്ചുകുട്ടികളെ നമ്മൾ ഒരിക്കലും വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ട് പോകില്ല എന്നത് ഒരു നിയമമാണ് ഇവിടെ. എങ്കിൽ പോലും കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ പോലും 10, 16, 17, 18 വയസ്സുള്ള ആളുകളാണെങ്കിൽ പോലും അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ ആവശ്യമാണ്. സോ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ നമ്മൾ ഫയർഫോഴ്സിനെയാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആംബുലൻസിനെയാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു പോലീസിന്റെ സഹായം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയാണ് വിളിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ ആ നമ്പറുകൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഫോണുകളിലോ അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും കാണുന്ന സ്ഥലത്ത് അത് കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലത്ത് അത് ഡിസ്പ്ലേ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് ആണ് വിളിക്കേണ്ടതെങ്കിൽ അവിടെ ഫോൺ എടുക്കാനോ ഫോൺ തപ്പാനോ പോകുന്ന നേരത്തിന് നമ്മുടെ ഭിത്തിയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്ന സ്ഥലം അവിടെ അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സഹായമായിട്ട് മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ നമ്മൾ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ഈ 3 നമ്പറുകളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പം അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും ഞാനത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ നമ്പർ നോട്ട് ചെയ്ത് നിങ്ങളത് ചെയ്തു വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ പല കുടുംബങ്ങളിലും ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഒട്ടും തന്നെ ബോധേഡല്ല ആളുകൾ. നമ്മളിവിടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസിന് വേണ്ടി ആളുകൾ അങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അല്ലാതെ തന്നെ ഇത് എൻ്റെ ആവശ്യമാണെന്ന് കരുതി ഇങ്ങോട്ട് വിളിച്ച് എന്നാണ് അപ്പോയിൻമെൻറ്റ് തരാൻ പറ്റുക എന്ന് ചോദിക്കുന്ന ആളുകളെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ എത്രയോ ആളുകൾ, കാരണം ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് ഇൻഷുറൻസ് ചെയ്യേണ്ടത് ഞാൻ എത്രയോ ആളുകൾക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ വിളിച്ചിട്ട് ഇപ്പോഴും ഈ ആഴ്ചകളിലും അങ്ങനെ മിക്ക ദിവസങ്ങളും തന്നെ വിളിച്ചിട്ട് എന്നാണ് ചേട്ടൻ്റെ ഡേറ്റ് സൗകര്യം കിട്ടുക, എനിക്കൊരു അഡ്വൈസ് വേണം, ഇൻഷുറൻസിനെ സംബന്ധിച്ച് എനിക്കൊരു അഡ്വൈസ് വേണം എന്ന് ഇങ്ങോട്ട് പറയുന്ന ആളുകളുണ്ട്. അതൊരു പക്ഷേ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ കണ്ടിട്ട് ആളുകൾ വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസ് തന്നെ റെഫറൻസ് കൊടുത്തിട്ട് അവർ വഴി അങ്ങനെ വരുന്നതായിരിക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ആ കുടുംബം ഒരു അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എത്രയോ കുടുംബങ്ങളിൽ ഇവിടെ ദാരുണമായിട്ടുള്ള പല പ്രതിസന്ധികളും ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ കുടുംബം ഒറ്റപ്പെടുന്നൊരവസ്ഥയിൽ ആർക്കെന്ത് ചെയ്യുവാൻ സാധിക്കും? അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് ഇവിടുന്ന് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമ്മളുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് പൈസ തിരിച്ചു കിട്ടിയാലോ അതൊരു നോ ക്യാഷ് വാല്യൂ ആണ്. അത് നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു മണിയല്ല. അത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നാട്ടിലെ പോലെ തിരിച്ച് പൈസ കിട്ടുന്ന സംവിധാനങ്ങൾ ഇവിടെ ഇല്ല ഇൻഷുറൻസിന് എന്നുള്ളത് കൊണ്ട് പലരും തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ എത്രയോ കാശുകൾ ചെലവ് ചെയ്യുന്നു നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഇത് തിരിച്ചു കെട്ടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഇൻഷുറൻസ് എടുത്ത് നിങ്ങൾ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കൂ പ്ലീസ്. അത് നിങ്ങൾ എന്നെ വിളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയാണ് വിളിച്ച് നിങ്ങളത് ചെയ്തു വെക്കൂ. കാരണം എന്താണെന്നറിയോ, ഞാൻ ചെയ്ത പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇൻഷുറൻസിൻ്റെ തുക തിരിച്ചു കിട്ടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇൻഷുറൻസ് നമ്മൾ ചെയ്തു വെക്കണം. കാരണം തിരിച്ചു കിട്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് എന്തെങ്കിലും സംഭവിക്കണം അല്ലേ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും. അങ്ങനെയൊന്നും നമുക്ക് സംഭവിക്കേണ്ടത്, പക്ഷെ സംഭവിക്കുകയാലും നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്ത് ബാക്കപ്പാണുള്ളത്? ഫൈനാൻഷ്യൽ ബാക്കപ്പ്. അതിനുള്ളൊരു സംവിധാനം നമ്മൾ കണ്ടുവെക്കണ്ടേ? നമ്മളെ ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമോ? 1 കോടിയോ 2 കോടിയോ 3 കോടിയോ ഒക്കെ
നമ്മൾ ഏറ്റെടുത്ത് വെക്കുന്ന ലയബിലിറ്റികളൊക്കെ കോടികളല്ലേ, 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം പൗണ്ട് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതൊന്നുമില്ല, നമ്മൾ വീടൊന്നും എടുത്തിട്ടില്ല എന്ന് വിചാരിക്കും, വീടൊന്നും വേണ്ട, വീടൊന്നും എടുക്കണമെന്നില്ല. കുഞ്ഞു കുട്ടികളായിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഇതുപോലുള്ള സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബം എങ്ങനെ സർവൈവ് ചെയ്യും? ആ കുട്ടികളെ ഇട്ടിട്ട് മറ്റേ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? പിന്നെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ആവശ്യമാണ്. സോ എനിക്ക് പറയാനുള്ള ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ കുട്ടികൾക്ക് നല്ല അവയർനെസ് കൊടുക്കുക. അത് എപ്പോഴും നമ്മൾ വലിയവരായാലും ചെറിയവരായാലും പാനിക്കായി പോകുന്നൊരു സിറ്റുവേഷനാണ് അവിടെ. അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, തീർച്ചയായിട്ടും നമുക്കിവിടെ ഈ രാജ്യത്ത് നല്ല ലോകത്തെവിടെയായിരുന്നാലും ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥനോ ഗൃഹനാഥയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഫിനാൻഷ്യലി കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെടുന്നതോടൊപ്പം ആ കുടുംബത്തിന് ഫിനാൻഷ്യലി വരുന്ന ആ ഒരു ബുദ്ധിമുട്ടും കൂടെ പരിഹരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്ഥിതി എത്ര ദയനീയമാണ് എന്നുകൂടി ഓർപ്പിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഈ കാര്യങ്ങളുടെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആ കുട്ടികൾക്ക് അതിന് വേണ്ട കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കുകയും ഈ പറഞ്ഞ നമ്പറുകൾ, കോണ്ടാക്ട് നമ്പറുകൾ കൃത്യത ഉള്ള സ്ഥലത്ത് അത് വെക്കുകയും ആ ഒരാവശ്യം വരാതിരിക്കട്ടെ, വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുവാൻ വേണ്ടി ആ കുട്ടികളെ നമ്മൾ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു വെക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ഉറപ്പുവരുത്തുക, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയാണ് ഫിനാൻഷ്യലി ഉറപ്പുവരുത്തേണ്ടത് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കാൻ മടിക്കേണ്ട. നിങ്ങൾക്ക് കംപ്ലീറ്റ് അത് ഫ്രീ ആയിട്ട് തന്നെ അഡ്വൈസ് തരികയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുവാനും അതിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരുവാൻ തീർച്ചയായിട്ടും ഞാൻ തയ്യാറാണ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ. അപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഇത് എല്ലാവരിലേക്കും എത്തേണ്ട ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും അത് എത്തിക്കുക തന്നെ ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.